അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്താനായിട്ടുണ്ടല്ലേ. അപ്പോൾ പലരുടെയും ഒരു ടെൻഷനാണ്, മിസ്സേ പഠിച്ച കാര്യം ഓർമ്മ നിൽക്കണില്ല, പഠിച്ച കാര്യം ഓർമ്മ നിൽക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനായിട്ട് മിസ് ഒരു 5 ടിപ്സ് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ആൻഡ് ഇറ്റ്സ് വെരി പവർ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് ടീച്ച് സമ്മൺ ഓർ പ്രിട്ടൻഡ് ടു ടീച്ച് സമ്മൺ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കുക, നിങ്ങളുടെ പേരൻസിനോ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങളൊന്ന് പ്രിട്ടൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പഠിപ്പിക്കുന്നതിനുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മെമ്മറൈസ് ചെയ്യാനും സാധിക്കും. അതേപോലെ നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുകയും ചെയ്യും. അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ കണക്ട് ചെയ്ത് വിഷ്വലൈസ് ചെയ്തിട്ട് അതേപോലെ മൂവി എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ അനദർ ഗുഡ്സ് ആണ് അല്ലേ. അപ്പോൾ കാന്താര മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ നിന്ന് വേറെ സാധനങ്ങൾ വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ മെമ്മറിയിൽ ഒന്നുകൂടെ ഡീപ്പായിട്ട് സ്റ്റോർ ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മഗ്ഗപ്പ് ചെയ്ത് പഠിക്കാതിരിക്കുക, ബൈ ഹാർട്ട് ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ കീവേഡ്സ് മാത്രം യൂസ് ചെയ്യുക. മൊത്തം പാരഗ്രാഫ്സ് പഠിക്കാതെ ചെറിയ കീവേഡ്സ് യൂസ് ചെയ്യുക. ചെറിയ സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും അതേപോലെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് അത് കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോർത്ത് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക ആൻഡ് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്, 8 മാർക്സിൻ്റെ എസ് എവിടെ നിന്നാണ് വന്നേക്കുന്നത്, ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നേക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കൊരു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ എക്സാമിനോടുള്ള ആ ഒരു ടെൻഷൻ, ആ ഒരു ഫിയറും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എക്സാമിന് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി ഒന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് കീപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡ് കീപ്പ് അപ്പ് ചെയ്യണം, അതേപോലെ നല്ലതായിട്ട് ഉറങ്ങണം, അതേപോലെ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാമിനുള്ള ആ സ്ട്രെസ്, ടെൻഷൻ, ഫിയർ ഇതൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 ടിപ്സ് നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാമിനുള്ള ടെൻഷനും ഫിയറും ഞാൻ പഠിച്ചൊന്നും ഓർക്കണില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.